ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദീർഘകാലമായി നിലനിന്നു പോന്നിരുന്ന ജന്മി കുടിയാൻ ബന്ധത്തിൽ ഉലച്ചിൽ നേരിടുകയാണ് ഇപ്പോൾ. ജന്മി കുടിയാൻ നിയമം പരിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. പണ്ടേയുള്ള നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ജന്മിമാർ ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. എന്തായാലും ഇക്കാര്യത്തിൽ വ്യാപാരികൾ ഒറ്റക്കെട്ടാണ്. ഇനി കാണാം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഇടതു സർക്കാർ പരാജയപ്പെട്ടുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. യൂത്ത് ലീഗ് ഉപരോധത്തിൽ സംഘർഷം, പോലീസ് ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. അഴിമതിരഹിത സിവിൽ സർവീസ് ലക്ഷ്യമിട്ട് ക്വിറ്റ് കറപ്ഷൻ ജനപക്ഷ സദസ്സ് കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. കളക്ടർക്ക് നിവേദനം നൽകാനെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെയും നാദാപുരത്തെ നേതാക്കളെയും മരിച്ച അസ്ലമിന്റെ ഉമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സമരക്കാരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. നാദാപുരത്തെ അസ്ലമിന്റെ കുടുംബത്തിന് സർക്കാർ മുൻപനുവദിച്ച നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെയാണ് യൂത്ത് ലീഗ് നേതാക്കളും അസ്ലമിന്റെ കുടുംബാംഗങ്ങളും കളക്ടർക്ക് നിവേദനം നൽകാൻ എത്തിയത്. എന്നാൽ കളക്ടറുടെ ക്യാമ്പ് ഹൌസിലേക്ക് കയറാൻ പോലീസ് അനുവദിച്ചില്ല. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് നേതാക്കളായ PK ഫിറോസ്, നജീബ് കാന്തപുരം അടക്കമുള്ള സംസ്ഥാന നേതാക്കളെയും അസ്ലമിന്റെ ഉമ്മയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് സംഘർഷത്തിനിടയാക്കി. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. ഇതേ തുടർന്ന് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസസ് ഓർഗനൈസേഷൻ ക്വിറ്റ് കറപ്ഷൻ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. മാനാഞ്ചിറയ്ക്ക് സമീപം നടന്ന പരിപാടി ഹമീദ് ചേന്ദമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷവും അഴിമതിരഹിതവുമായ ഒരു സിവിൽ സർവീസ് കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിനായാണ് ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ക്വിറ്റ് കറപ്ഷൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി നടത്തിയത്. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം ഹമീദ് ചേന്ദമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരോട് നാം ആവശ്യപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ എന്നാണ്, ഇന്ത്യ വിടുക എന്ന്. അപ്പോൾ ക്വിറ്റ് കറപ്ഷൻ എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണ് അത് വിവർത്തനം ചെയ്യുക? ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ വി ആസ്ക് യു ടു ക്വിറ്റ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരോട് പറയുകയാണ്. ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇന്ത്യ വിടാൻ. ഇവിടെ ജോയിന്റ് കൗൺസിൽ ആത്മത്തോട് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ക്വിറ്റ് കറപ്ഷൻ. നമ്മോട് തന്നെ നാം ആവശ്യപ്പെടുകയാണ് അഴിമതിയോട് വിട പറയുക എന്ന്. സിവിൽ സർവീസിൽ അഴിമതിയിൽപ്പെട്ടു പോകുന്ന ചെറുപക്ഷത്തെ തിരുത്തുവാനുള്ള ആഹ്വാനം കൂടിയാണ് ജനപക്ഷ സദസ്സ്.
പരിപാടിയിൽ JCSSO സെക്രട്ടേറിയറ്റ് അംഗം കെ രഞ്ജിത് കുമാർ അധ്യക്ഷനായിരുന്നു. FSCTO ജില്ലാ സെക്രട്ടറി M മുരളീധരൻ, NGOA ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ NP, NGO സംഘ് സംസ്ഥാന സമിതി അംഗം NG മനോജ് കുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, AKSTO ജില്ലാ സെക്രട്ടറി KK സുധാകരൻ എന്നിവർ സംസാരിച്ചു. AK സിദ്ധാർത്ഥൻ, CP മണി, TM സജീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയപ്പെട്ടുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJPയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി സ്മൃതി ദിനത്തിൽ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. അൻസാരി പാർക്കിന് സമീപം നടന്ന സത്യാഗ്രഹം ബാലഗോകുലത്തിന്റെ സംസ്ഥാന സമിതി അംഗം TP രാജന്റെ അധ്യക്ഷതയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയെന്നും MT രമേശ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കേരളത്തിൽ ആ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ ജനങ്ങളുടെ ജീവന സ്വത്തും സംരക്ഷണം കൊടുക്കാൻ ഈ സർക്കാർ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളി ആരുയർത്തുന്നു എന്നുള്ളതാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു, BJP ജില്ലാ അധ്യക്ഷൻ TP ജയചന്ദ്രൻ, P ശശിധരൻ, K ഷൈജു, സദാനന്ദൻ, ജയബാലൻ, NK ദിനകരൻ, അലി അക്ബർ, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു. ജനവാസ മേഖലയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുവാനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മുക്കം മാമ്പറ്റ റോഡിൽ പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിലേക്കാണ് കുന്നമംഗലത്തെ ബീവറേജ് മാറ്റാൻ ശ്രമം തുടങ്ങിയത്. നാട്ടുകാർ പന്തൽ കെട്ടി സമരം ആരംഭിച്ചു. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾ ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിരവധി ബീവറേജ് ഔട്ട്ലെറ്റുകൾക്കും മറ്റ് മദ്യവിൽപ്പനശാലകൾക്കും പൂട്ടുവീഴും. ഇതോടെ പൂട്ടുന്ന മദ്യവിൽപ്പനശാലകൾ ഉൾപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സ്ഥാപിക്കുന്നതിനായി അണിയറയിൽ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. കുന്നമംഗലത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുമ്പോൾ അത് മുക്കത്തേക്ക് മാറ്റാനാണ് ശ്രമം. ഇതിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന കയ്യിട്ടാപ്പൊയിലാണ്. മുക്കം മാമ്പറ്റ റോഡിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിലേക്കാണ് കേന്ദ്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് സ്ഥലം അളക്കാനെത്തിയപ്പോഴാണ് നാട്ടുകാരും വിവരമറിയുന്നത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയുമായും ക്ഷേത്രമായുമെല്ലാം കൃത്യമായി ദൂരം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മുക്കം നഗരസഭ പോലും അറിയാതെ വളരെ രഹസ്യമായാണ് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നത്. സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. ഇതിന്റെ ഭാഗമായി സമരപ്പന്തലും ഉയർന്നു കഴിഞ്ഞു. സമരപ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ കുഞ്ഞൻ മാസ്റ്റർ നിർവഹിച്ചു. കൌൺസിലർ ബ്രിജേഷ് അധ്യക്ഷം വഹിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ 600-ൽ പരം ആളുകളാണ് പങ്കെടുത്തത്. എക്സൈസ് വകുപ്പ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ, MLA, നഗരസഭാ ചെയർമാൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൌൺസിലർ PT ബാബു, MK അഹമ്മദ്, ആണ്ടിക്കുട്ടി, ഭാസ്കരൻ കരങ്ങാട്ട്, PP ചന്ദ്രൻ, അനിൽകുമാർ, അജിത് കുമാർ, മരക്കാർ കുറ്റിപ്പാല, P നോർമൻ, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി എടക്കണ്ടിയിൽ രവീന്ദ്രൻ കൺവീനർ, P ബ്രിജേഷ് ചെയർമാൻ, KS രാജീവ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മാവൂർ റോഡിലെ മെട്രോ ഫുട്വെയർ അന്യായമായി ഒഴിപ്പിച്ചെടുക്കുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. ഇത് ഒരു വ്യാപാരിക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ലെന്നും 9 ലക്ഷം വ്യാപാരികൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് ഒരു മാസത്തിനകം ആളുകൂടി ആ നിയമം പരിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അന്നു മുതൽ സമരം വരും. മാസം തികയുന്ന അന്നു മുതൽ ചില സമയം കട അടച്ചുകൊണ്ടുള്ള സമരമായിരിക്കും. ഞങ്ങളത് കണ്ടിട്ട് ചീഫ് സെക്രട്ടറിക്കോ ചന്ദ്രശേഖര മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുള്ള എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 9 ലക്ഷം വ്യാപാരികൾ വാടകക്കാർ. റെന്റ് കൺട്രോൾ ആക്ട് നടപ്പിലാക്കാൻ മാത്രം ഗവൺമെന്റിന് സമയമില്ല. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും.
20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റി വാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. KC റോയ് ക്ലിനിക്. ഡോക്ടർ ജോണികുമാർ BAMS, പൈൽ സ്പെഷ്യലിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എതിർവശം, തിരുത്തിയാട്, കോഴിക്കോട്. മൂലക്കുരു, പവിത്രം മുതലായ അസുഖങ്ങൾ ശസ്ത്രക്രിയയില്ലാതെ പൂർണ്ണമായും ഉത്തരവാദിത്തത്തോടെ ചികിത്സിച്ച് ഭേദമാക്കപ്പെടുന്നു. സ്ത്രീകൾക്ക് ലേഡീസ് നഴ്സുകളുടെ പ്രത്യേക പരിചരണം. ഇത്തരം മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഡോക്ടറെ സമീപിക്കുക. നിരവധി തവണ ചികിത്സയ്ക്ക് വിധേയമായി ഭേദമാകാതിരുന്നാലും ഞങ്ങളെ സമീപിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഉടനടി ചികിത്സിച്ച് ഭേദമാക്കുന്നു. വെളിരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചൂടുകൊണ്ടും ഭക്ഷണമാറ്റം കൊണ്ടും മൂലക്കുരു, പവിത്രം തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് അസുഖത്തിന്റെ സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഈ അസുഖം ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അർബുദം അഥവാ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഡോക്ടറെ സമീപിക്കേണ്ട സമയം രാവിലെ 9 മണി മുതൽ 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. KC റോയ് ക്ലിനിക്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എതിർവശം, തിരുത്തിയാട്, കോഴിക്കോട്. PMEGP സംസ്ഥാനതല ഉൽപ്പന്ന പ്രദർശനവും വിപണന മേളയും കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാം ഉദ്യോഗ് എംപോറിയത്തിൽ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെയും കോഴിക്കോട് സർവോദയ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഖാദിക്ക് 20% ഗവൺമെന്റ് റിബേറ്റ്, ഫർണിച്ചർ, കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് 10% കിഴിവ്, കരകൗശല വസ്തുക്കൾ, തുകലുൽപ്പന്നങ്ങൾ, വിവിധതരം ബാഗുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. മേള ഫെബ്രുവരി 4 വരെ. PMEGP സംസ്ഥാനതല ഉൽപ്പന്ന പ്രദർശനവും വിപണന മേളയും കോഴിക്കോട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമ ഉദ്യോഗ് എംപോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. കേരള വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കരാറുകാർ പണി നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക്. മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ ആരംഭിച്ച ധർണ കോർപ്പറേഷൻ കൌൺസിലർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റിയിലെ ചെറുകിട ഇടത്തരം കരാറുകാരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. വർഷങ്ങളായി ജല അതോറിറ്റിയിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന കരാറുകാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ബാങ്ക് മാനേജർമാർ നൽകണമെന്ന് പറയുന്ന കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക, അതോടൊപ്പം അപ്രായോഗികമായ മറ്റ് നിബന്ധനകളും ഒഴിവാക്കുക, മെയിന്റനൻസ് പ്രവൃത്തികളുടെയും ARP, നബാർഡ് പോലുള്ള പ്രവൃത്തികളുടെയും മുഴുവൻ കുടിശ്ശിക ബില്ലുകളും കാലതാമസം കൂടാതെ നൽകുക, വാട്ടർ കണക്ഷൻ നൽകുവാനുള്ള പ്രവൃത്തികൾ ചെറുകിട ഇടത്തരം കരാറുകാർക്ക് കൂടി ചെയ്യുവാനുള്ള അനുമതി നൽകുക, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെ 5 ലക്ഷം വരെയുള്ള പ്രവൃത്തികൾ ഈ ടെൻഡറിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 30 മുതൽ വാട്ടർ അതോറിറ്റി കരാറുകാർ പ്രവൃത്തി നിർത്തിവെച്ചുകൊണ്ടാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. ഉത്തരമേഖല സെക്രട്ടറി സോമശേഖരൻ അധ്യക്ഷം വഹിച്ച പരിപാടി കൌൺസിലർ PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മധു ടി, ജില്ലാ സെക്രട്ടറി മോഹൻദാസ്, ജിതിൻ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P നാഗരത്നൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ മെഡിക്കൽ കമ്മീഷൻ പിരിച്ചുവിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതും MBBS പാസ്സായ വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് പരീക്ഷ നടപ്പിൽ വരുത്തുന്നതും വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന നടപടിയാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇതിനെതിരെ ഫെബ്രുവരി 1 നടത്തുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും IMA കേരള ഘടകം ഭാരവാഹികൾ പറഞ്ഞു. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് പ്രവേശന പരീക്ഷയിൽ വിജയിയായി മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് നെക്സ്റ്റ് പരീക്ഷ വിജയിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് തികച്ചും അനുചിതവും പ്രതിഷേധാർഹവുമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം ഉയർത്തുന്നതിന് സർക്കാർ അടിസ്ഥാന സൌകര്യ വികസനം, അധ്യാപകരുടെ എണ്ണവും മികവും നിലനിർത്തൽ, പഠന ഗവേഷണ സൌകര്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയ ഈ രംഗത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് IMA ഭാരവാഹികൾ പറഞ്ഞു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ പിരിച്ചുവിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ മാത്രം ഉൾപ്പെടുന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ജനാധിപത്യ വിരുദ്ധവും പൊതുജനാരോഗ്യത്തിന് ഹാനികരവുമാണ്. ആധുനിക വൈദ്യശാസ്ത്ര ചികിത്സയ്ക്കുള്ള ലൈസൻസ് ആർക്കും നൽകാനുള്ള അധികാരം കമ്മീഷനിൽ നിക്ഷിപ്തമാക്കുക തുടങ്ങി ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അധികാരങ്ങൾ തികച്ചും ജനവിരുദ്ധമാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷനെതിരെയും നെക്സ്റ്റ് പരീക്ഷയ്ക്കെതിരെയും കേരളത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഫെബ്രുവരി 1 നടത്തുന്ന പഠിപ്പ് മുടക്ക് സമരത്തിന് IMA എല്ലാ പിന്തുണയും നൽകും. രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ് രാജ്യവ്യാപകമായി മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാവിലെ 9:30 IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് കുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും.
IYA ഇനീഷ്യേറ്റീവ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ KR ദേവാനന്ദ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. അവാർഡ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന് നൽകി. IYA ഇനീഷ്യേറ്റീവ് കോഴിക്കോട് സംഘടിപ്പിച്ച KR ദേവാനന്ദ് അനുസ്മരണവും പുരസ്കാര സമർപ്പണ ചടങ്ങും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ജീവിതകാലത്തിനിടെ തന്റേതായ ശൈലിയിൽ യുവാക്കളെ നേർവഴിക്ക് നയിച്ച വ്യക്തിത്വമായിരുന്നു KR ദേവാനന്ദിന്റേതെന്ന് മേയർ പറഞ്ഞു. പ്രായമല്ല എങ്ങനെ ജീവിച്ചുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികളെ വിലയിരുത്തേണ്ടത്. സമൂഹത്തിന് ഗുണപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ എന്നും ഓർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ ബോധമുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഏത് നിലയിലായാലും ശരി. എനിക്കിവിടെ ഇങ്ങനെ ഈ പിതാവേന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഈ IYA എന്തിനാ ഇനീഷ്യേറ്റീവ് ആക്കിയത്? ഞാൻ മനസ്സിന്റെ തല കഷിൻ്റെയായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊരു തോന്നലത്. ഇപ്പോഴത്തെ യുവാവ് തന്നെ പഴയ കാലത്തല്ല 30-35 വയസ്സൊന്നല്ലെന്ന്. നമ്മളെ ഗുരു ജയമഞ്ചേരി 100 വയസ്സ് കഴിഞ്ഞപ്പോ പത്മശ്രീ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ സ്റ്റേജിൽ കൊണ്ട് നമ്മുടെ കളിക്കും കഥകളി. തമാശയല്ല, ഞെട്ടിപ്പോകുന്നത്. എന്നെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കേട്ടു. മനസ്സിന്റെ ധൈര്യമാണ്. അവിടെ ആരോ സൂചിപ്പിച്ചു ഇന്നത്തെ ചികിത്സാ രീതി ഇതൊക്കെ. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇനീഷ്യേറ്റീവ് പ്രസിഡന്റ് TD ഫ്രാൻസിസ് അധ്യക്ഷം വഹിച്ചു. ദേവാനന്ദിന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ അവാർഡ് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന് മേയർ സമ്മാനിച്ചു. ആദ്യകാല കോലായ ചർച്ചകളെപ്പോലെ തുറന്ന വിമർശനങ്ങൾക്ക് എന്നും പ്രചോദനം നൽകിയത് കോഴിക്കോടാണെന്ന് MGS പറഞ്ഞു. ഡോക്ടർ ആർസു, P ഹേമബാലൻ, P ശശീന്ദ്രകുമാർ, പോൾ കല്ലാനോട്, സൂസൻ നൈനാൻ, കൺവീനർ TK ശ്രീ മനോജ് കുമാർ, സെക്രട്ടറി P സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഗസൽ സന്ധിയിലെ ആദ്യ രാത്രിയിൽ പ്രണയവും വിരഹവും പറഞ്ഞും പാടിയും ആസ്വാദകരുടെ ഹൃദയത്തെ കീഴടക്കി തലത്ത് അസീസ്. കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ചിൽ ആരംഭിച്ച ഗസൽ രാത്ത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 2-നാണ് ഗസൽ രാത്ത് ഫെസ്റ്റിവൽ സമാപിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗസൽ രാത്തിന്റെ ആദ്യ ദിവസം പാടാനെത്തിയ തലത്ത് അസീസ് കോഴിക്കോട്ടെ സംഗീതാസ്വാദകർക്ക് അവിസ്മരണീയമായ ഒരു സായാഹ്നം കൂടി സമ്മാനിച്ചു. നേരത്തെ 6 തവണ കോഴിക്കോടൻ വേദികളിൽ ആലപിച്ച തലത്ത് അസീസും ഏറെ ആവേശത്തോടെയാണ് ഭട്ട് റോഡ് ബീച്ചിലെത്തിയത്. ഗസൽ രാത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജാതിമത വിഭാഗീയതകൾക്കതീതമായി പ്രപഞ്ചത്തോളം വിശാലമാണ് സംഗീതമെന്ന് മന്ത്രി പറഞ്ഞു. സ്നേഹവും ചൈതന്യവുമാണ് സംഗീതം. അത് സുമനസ്സിൽ നിന്നൊഴുകുന്ന പുണ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ ആശാശ ശങ്കൻ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ, വിനോദസഞ്ചാര വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MV കുഞ്ഞിരാമൻ, നൌഷാദ് അരീക്കോട് എന്നിവർ സംസാരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാടിയിട്ടുള്ള തലത്ത് അസീസ് കോഴിക്കോട്ടുകാരുടെ ആസ്വാദന രീതിയെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. മേരെ പ്യാരെ വാദൻ എന്ന ഗാനവുമായി തലത്ത് അസീസ് ഗസൽ രാത്തിന് തുടക്കം കുറിച്ചു. तुझसे पहले न कभी कोई भी हम देखा തബലയിൽ ജിത്തു ശങ്കർ, കീബോർഡിൽ അജയ് സോണി, വയലിനിൽ ഇക്ബാൽ വാർസി, ഡോലക്കിൽ മുഹമ്മദ് ഇമ്രാൻ എന്നിവർ പക്കമേളമൊരുക്കി. ഈ വർഷത്തെ വളയനാട് ദേവീ ക്ഷേത്ര മഹോത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 12 വരെ നടക്കും. ദ്രവ്യകലശത്തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ആറാട്ടോടെ സമാപിക്കും. ജനുവരി 30-ന് ദേവിയുടെ തിരുഉടവാൾ ക്ഷേത്രത്തിൽ എത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 31 മുതൽ ഫെബ്രുവരി 5 വരെ ക്ഷേത്രത്തിൽ ദ്രവ്യകലശം നടക്കും. നൃത്തനൃത്യങ്ങൾ, ഭജന, കൂടിയാട്ടം, തിരുവാതിരക്കളി, കുറുങ്കുഴൽ കച്ചേരി, കഥകളി, തായമ്പകകൾ, ഗാനമേള, മിമിക്സ് പരേഡ് എന്നിവ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മട്ടന്നൂർ ശ്രീകാന്തും ശ്രീരാജും ചേർന്ന് ട്രിപ്പിൾ തായമ്പക അവതരിപ്പിക്കും. തന്ത്രി ചേന്ന ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെയും കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. ഫെബ്രുവരി 12-ന് ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമാകും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സോണൽ കോൺഫറൻസ് YMCA ഹാളിൽ നടന്നു. സോണൽ ചെയർമാൻ KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സോണൽ കോൺഫറൻസും
കുടുംബസംഗമവും YMC ഹാളിൽ നടന്നു. സോണൽ ക്ലബ്ബുകളായ ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഈസ്റ്റ്, ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ബീച്ച്, ലയൺസ് ക്ലബ്ബ് സാമൂരിയൻസ് തുടങ്ങിയ ക്ലബ്ബുകളിലെ മെമ്പർമാരും കുടുംബങ്ങളുമാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. സോണൽ ചെയർമാൻ KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ബീച്ച് പ്രസിഡന്റ് P സജീവ് കുമാർ, ഡോക്ടർ വേണുഗോപാൽ, E അനിരുദ്ധൻ, സുരേഷ് കുമാർ, ഹരിഗോവിന്ദ്, ഷിജി ദിലീപ്, ദിനേഷ്, രാമചന്ദ്രൻ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മേഖലയിൽ മികച്ച സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ക്ലബ്ബ് പ്രസിഡന്റുമാർക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബിന്റെ പഴയകാല സംഘാടകനായിരുന്ന E അനിരുദ്ധനെ ചടങ്ങിൽ ആദരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നമ്മുടെ ചേനോത്ത് സ്കൂൾ എന്ന വിഷയത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. VKC മുഹമ്മദ് കോയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ബേപ്പൂർ നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നമ്മുടെ ചേനത്ത് സ്കൂൾ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കൌൺസിലർ പേരോത്ത് പ്രകാശൻ അധ്യക്ഷം വഹിച്ച പരിപാടി VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ബാക്കി അങ്ങോട്ട് ഒരു കോഡിങ് നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കിയാൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ധനം നമ്മൾ സമാഹരിക്കണം. ഏതെങ്കിലും വഴിയിലൊക്കെ സമാഹരിക്കാം. അല്ലെങ്കിൽ വർഷങ്ങൾ അടുത്ത വർഷം അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും വിധത്തിൽ നമ്മളത് പൂർത്തിയാക്കിയിരിക്കും. അപ്പൊ അതനുസരിച്ചുള്ള അതിന്റെ ആ വളർച്ചക്കും വികസനത്തിനും അനുസരിച്ചുള്ള ഒരു നമ്മുടെ മനസ്സ്, നമ്മുടെ PTA മനസ്സിൽ നമുക്ക് രക്ഷിതാക്കളുടെ എണ്ണം കുറവാണ്. പ്രധാനാധ്യാപിക ജെസി B മറ്റം, PTA പ്രസിഡന്റ് N അനിൽകുമാർ, രാമചന്ദ്രൻ മാസ്റ്റർ, KV ശിവദാസൻ, മുൻ കൌൺസിലർ ഹൈദരലി, AB ഗിരീഷ്, S സുധീഷ്, നുജു, മുരളി ബേപ്പൂർ, സുധാകരൻ C എന്നിവർ സംസാരിച്ചു. ജലസംരക്ഷണ സന്ദേശവുമായി ലയൺസ് 318 ഈ ലിയോ ക്ലബ് പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 7 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലാണ് പട്ടം പറത്തൽ മത്സരങ്ങൾ നടക്കുക. ലയൺസ് ഇന്റർനാഷണലിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി യുവജന വിഭാഗമായ ഡിസ്ട്രിക്ട് 318 ഈ ലിയോ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പട്ടം പറത്തൽ മത്സരം ഫെബ്രുവരി 7 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ വർഷത്തെ പട്ടം പറത്തൽ മത്സരത്തിന്റെ സന്ദേശമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജലസംരക്ഷണമാണ്. മണ്ണിന്റെ കൈ ടീമിന്റെ സഹകരണത്തോടെയാണ് മത്സരം നടത്തുന്നത്. മികച്ച ജലസംരക്ഷണ സന്ദേശം പ്രദർശിപ്പിക്കുന്ന പട്ടത്തിനും ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിനും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും. രജിസ്ട്രേഷന് 9343101524 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും കോർഡിനേറ്റർ AM രമേശ് പറഞ്ഞു. ലിറ്റിൽ ഡാഫോഡിൽസ് സ്കൂളിന്റെ 27ാമത് വാർഷികാഘോഷം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ ഡാഫോഡിൽ സ്കൂളിന്റെ 27ാമത് വാർഷികാഘോഷം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. PTA പ്രസിഡന്റ് E രാജേഷിന്റെ അധ്യക്ഷതയിൽ സബ് ജഡ്ജ് RN ബൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ N രാമചന്ദ്രൻ നായർ,
മുൻ PTA പ്രസിഡന്റ് UV ദിനേശ് മണി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. സാഗരം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. തമ്പിവളപ്പിൽ നടന്ന പരിപാടി മാറാട് SI പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. തമ്പിവളപ്പ് സാഗരം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. മാറാട് SI പ്രകാശൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് ഈ പ്രദേശത്തേക്ക് ഏത് ഭാഗത്ത് നിന്ന് ആണെങ്കിലും എളുപ്പമാർഗത്തിൽ ഏതൊരാൾക്കും ഏത് വണ്ടിയിലൂടെയും ഏത് മാർഗത്തിലും എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യവും അതുപോലെ വെളിച്ചം മറ്റുള്ള തരങ്ങളിലെല്ലാം അന്നുണ്ടായിരുന്ന പരിമിതികൾ ഇതൊക്കെ ആയിരുന്നെന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ധൈര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ഒന്നാകെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, വെളിച്ചം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റു തരത്തിലല്ല. കൌൺസിലർ പൊന്നത്ത് ഷൈമ അധ്യക്ഷം വഹിച്ചു. സാഗരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മദനഗോപാലൻ, ASI രാധാകൃഷ്ണൻ, സെക്രട്ടറി മനോജ് കുമാർ, മല്ലിക, അശോകൻ, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ നിലമ്പൂർ ബാലൻ പുരസ്കാരം രാധാകൃഷ്ണൻ പേരാമ്പ്രയ്ക്ക് നൽകും. ഫെബ്രുവരി 3 നിലമ്പൂർ ബാലൻ അനുസ്മരണ സമ്മേളനത്തിൽ മാമുക്കോയ പുരസ്കാരം സമർപ്പിക്കും. UA ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 20 വർഷത്തോളമായി നാടകരചനയിൽ മൌലികമായ ഇടപെടലുകളിലൂടെ സജീവ സാന്നിധ്യം അറിയിച്ച രാധാകൃഷ്ണനെ നിലമ്പൂർ ബാലൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നതായി അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 3 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നിലമ്പൂർ ബാലൻ അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം മാമുക്കോയ സമർപ്പിക്കും. UA ഖാദർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പോൾ കല്ലാനോട്, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, വിജയലക്ഷ്മി, നിലമ്പൂർ ആയിഷ, മധു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഗ്രീൻ സ്ക്വയർ റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷവും സൊവനീർ പ്രകാശനവും ജനാബ് MK അബൂബക്കർ സാഹിബിന്റെ ഗൃഹാങ്കണത്തിൽ നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൊവനീർ പ്രകാശനം സാഹിത്യകാരി EP ജ്യോതി, സാഹിത്യകാരി പ്രഭ രാജവല്ലിക്ക് നൽകി നിർവഹിച്ചു. വട്ടക്കിണർ YMRC റോഡ് ഗ്രീൻ സ്ക്വയർ റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാം. 10ാമത്തെ വർഷം 10 കൊല്ലം ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് പരിചയസമ്പന്നരായ ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് എനിക്കറിയാം. കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. 10 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സൊവനീർ പ്രസിദ്ധീകരിച്ചു. സാഹിത്യകാരി EP ജ്യോതി സൊവനീർ പ്രകാശനം ചെയ്തു. സാഹിത്യകാരി പ്രഭ രാജവല്ലി സൊവനീർ സ്വീകരിച്ചു. വാർഡ് കൌൺസിലർ നമ്പിടി നാരായണൻ, TV ഉമ്മർകോയ, ഭദ്രാരമണൻ, P വിജയഗോപാൽ, ചഞ്ചൽ വിജയ്, സുകുമാരൻ മാസ്റ്റർ, KM അബൂബക്കർ, സുകുമാരൻ മാസ്റ്റർ, കമാൽ വരദൂർ, MK ജലീൽ, CPM അബ്ദു, റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MK അബൂബക്കർ അധ്യക്ഷം വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MK അബ്ദുൽ ജലീൽ, സെക്രട്ടറി CPM അബ്ദുറഹ്മാൻ, ട്രഷറർ S രമണൻ എന്നിവർ സ്ഥാനമേറ്റു. പന്നിയങ്കര കിഴക്കേ മുരിങ്ങത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചെണ്ടമേള മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു. മാർച്ച് 4 ശനിയാഴ്ച രാവിലെ 8 മണി മുതലാണ് ചെണ്ടമേള മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങൾ വിലയിരുത്താൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ സാന്നിധ്യവും ഉണ്ടാകും. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 11 അംഗങ്ങൾ ചേർന്ന 15ഓളം സംഘങ്ങൾക്കാണ് മത്സരത്തിന് പ്രവേശനം. 30 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാർക്കാണ് മേള മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകുന്നത്. ചെണ്ടമേളത്തിലെ കേരളത്തിൽ പ്രചാരമുള്ള പഞ്ചാരി, ചെമ്പട, പാണ്ടി, ചമ്പ, അടന്ത, അഞ്ചടന്ത, ധ്രുവം എന്നീ 7 മേളങ്ങളെയാണ് മത്സരത്തിൽ പരിഗണിക്കുന്നത്. ഈ മേളങ്ങളിൽ 3 മേളത്തിലെങ്കിലും പ്രാവീണ്യമുള്ള സംഘങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. മേള വിസ്മയം 2017 ഒന്നാം സമ്മാനം 50,001 രൂപയും 2ാം സമ്മാനം 27,001 രൂപയും 3ാം സമ്മാനം 12,501 രൂപയും നൽകും. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു മേള മത്സരം സംഘടിപ്പിക്കുന്നതെന്നും ചെയർമാൻ K നിർമ്മല, ചീഫ് കോർഡിനേറ്റർ സുധീഷ് തിരുവണ്ണൂർ എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഇടതു സർക്കാർ പരാജയപ്പെട്ടുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. യൂത്ത് ലീഗ് ഉപരോധത്തിൽ സംഘർഷം, പോലീസ് ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്.
അഴിമതിരഹിത സിവിൽ സർവീസ് ലക്ഷ്യമിട്ട് ക്വിറ്റ് കറപ്ഷൻ ജനപക്ഷ സദസ്സ് കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.